മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മഹാരാജ. ജൂൺ 14-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലൂടെ റിലീസായത്. ഞാൻ 14-ാം തീയതി തന്നെ കണ്ടിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാര്യമൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലേറ്റ് ആയത്. എന്തായാലും ക്ഷമിക്കുക. അപ്പം ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോ ഷായ്. മക്കൾ സെൽവൻ വിജയ് സേതുപതി കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തമിഴ് സിനിമ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഇഷ്ടപ്പെടുത്തിയ ഒരു നടനാണ് വിജയ് സേതുപതി എന്ന് പറയുന്നത്. കുറഞ്ഞ കാലഘട്ടം എന്ന് ഇപ്പോൾ പറയുമ്പോൾ പോലും അദ്ദേഹം സിനിമയിലേക്ക് വന്നത് തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. പുതുപ്പേട്ട എന്നൊക്കെ പറയുന്ന ധനുഷിൻ്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ചിത്രത്തിൽ ധനുഷിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു ചെറിയ 1-2 ഡയലോഗ് മാത്രമുള്ള ഒരു കഥാപാത്രമായി വരികയും അതിനുശേഷം നായകനായിട്ട് വരികയും പിന്നീട് മക്കൾ സെൽവനായി മാറിയ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമാണ് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. തൻ്റെ ആദ്യ ചിത്രമായ കുരങ്ങുബൊമ്മ എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററിലേക്ക് റിലീസാകുകയും അത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം നേടിയെടുക്കുകയും ചെയ്ത ഒരു ഡയറക്ടറാണ് നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമാണ് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. ഏകദേശം 4 വർഷത്തോളം കഴിഞ്ഞു ആദ്യത്തെ ചിത്രത്തിന് ശേഷം ഇപ്പോൾ 2ാമത്തെ എടുക്കാൻ. ഈ 4 വർഷം കൊണ്ട് അദ്ദേഹം ഒരുക്കിയ ഒരു സ്ക്രിപ്റ്റാണ് മഹാരാജയുടെ. 40ഓളം ഡ്രാഫ്റ്റുകൾ എഴുതി തലങ്ങും വിലങ്ങും റിസർച്ച് നടത്തി അല്ലെങ്കിൽ അതിന് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അതെങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വിജയ് സേതുപതിയുടെ കയ്യിൽ തന്നെ വരികയും ചെയ്തു. അതും വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമായിട്ടെത്തി. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരം എന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനില്ല. കാരണം റീസെൻറ്റ് ടൈമിൽ കണ്ട ഏറ്റവും അടിപൊളി ത്രില്ലടിച്ച് കണ്ട ഒരു വല്ലാത്തൊരു ഫീല് നൽകിയ ഒരു ഗംഭീര ക്രാഫ്റ്റായിരുന്നു മഹാരാജ എന്ന് പറഞ്ഞ ചിത്രം. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. നോൺ ലീനിയർ ആയിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞു എന്നുള്ളതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് ഇരിക്കുന്നത്. കാരണം നമ്മൾ സിനിമ കാണുന്നൊരു സമയത്ത് നമ്മൾ കരുതി ഇത് പ്രസൻ്റ്ലി നടക്കുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കുകയും എന്നാൽ ആ സ്ക്രിപ്റ്റ് അവിടെ കൊണ്ടൊരു ട്വിസ്റ്റ് തന്ന് ഇത് അപ്പോഴല്ല, ഇത് വേറെപ്പോഴോ നടന്നൊരു കഥയാണ്, അതിനെ ഇങ്ങോട്ട് ലിങ്ക് ചെയ്ത് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ചില സമയങ്ങളിലൊക്കെ, ചില സമയം നല്ല ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരെ കിള്ളി പറത്തുന്നുണ്ട് ഒരുപാട് രംഗങ്ങളിൽ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇൻ്റർവൽ പോർഷൻ സിനിമ തുടങ്ങി ഒരു നല്ലൊരു പേസിൽ നല്ലൊരു ചെറിയ തമാശയും കാര്യങ്ങളും ഒക്കെ. അത് എന്താന്ന് പറഞ്ഞാൽ ഒരു ബാർബറായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാർബറായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മോഷണം നടക്കുകയും അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി എന്ന് പറയുന്നൊരു സാധനം, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതായിരുന്നു ട്രെയിലറിൽ ഏറ്റവും വലിയ സസ്പെൻസ്. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ചിരിക്കുകയും ചെയ്തു, ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കി. അപ്പോൾ ആ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സാധനം കാണാതെ പോവുകയും അത് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്നതുമാണ് ശരിക്കും സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അവിടുന്ന് അദ്ദേഹം ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ച് എങ്ങനെ ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വേറൊരു കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് സിനിമ പറയുന്നത്. അതിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീൽ നൽകുന്ന ഒരു വാവ് ഫാക്ടറൊക്കെ തരുന്ന അഡ്രനാലിൻ റഷ് തരുന്ന ഒരു സാധനമൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൂപ്പറായിട്ട് ഒരു സ്ക്രിപ്റ്റ്, ഒരു സിമ്പിൾ കഥയിനെ, ശരിക്കും നേരെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തീർന്നു പോകുന്ന ഒരു കഥയിനെ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞ് പല ടൈം പീരീഡിൽ നടക്കുന്ന കഥയിനെ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചുകൊണ്ട്, ഒറ്റ ടൈം പീരീഡ് ആണെന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ കിളി വർത്തിക്കൊണ്ട് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നാണ്. നിതിലൻ സ്വാമിനാഥൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ക്രിപ്റ്റിൻ്റെ കാര്യം. ഗംഭീര വർക്കാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ ആ റൈറ്റിംഗ് പാറ്റേൺ, അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, ഓരോ ഇമോഷൻസ് അവർ വർക്കൗട്ട് ആക്കി എടുക്കുന്നതെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. ആ സ്ക്രിപ്റ്റിന് വേണ്ടി അദ്ദേഹം കളഞ്ഞ സമയം അത് വർത്തായിരുന്നു. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. അജിനീഷ് ലോക്നാഥാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ചെയ്ത വർക്കുകൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇൻറ്റൻസ് ആകുന്ന പോർഷനൊക്കെ വരുമ്പോഴേക്കും അത്ര പീക്ക് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. സൂപ്പർ വർക്കായിരുന്നു. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമനാണ്. അതും മികച്ച ഒരു വർക്ക് തന്നെ ആണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും മികച്ച രീതിയിൽ നല്ല നല്ല ഷോട്ടുകളും ചിത്രം എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ച്, അത് എസ്പെഷ്യലി ഇൻ്റർവൽ സമയത്തെ ഒരു സൂപ്പർ ഒരു സീക്വൻസ് ഉണ്ട്. അത് വേറെ ലെവലി സാധനം അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ക്യാമറ വർക്ക് സൂപ്പർ വർക്കായിരുന്നു. അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്ററെ കുറിച്ചാണ്. ഫിലോമിൻ രാജയാണ് നമ്മുടെ മാസ്റ്റർ ലിയോ. ലോകേഷിൻ്റെ സ്വന്തം ആളാണ് പുള്ളി.
ഫിലോമിൻ രാജയുടെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും എടാ അതൊരു മിസ്മാച്ച് പോലെ തോന്നിയല്ലോ എന്നൊന്നും തോന്നാത്ത രീതിയിൽ എത്ര ബ്ലെൻഡിങ്, എത്ര നമ്മളെ പ്രേക്ഷകരെ എത്ര പിടിച്ചിരുത്താൻ പറ്റുമോ ആ ടോപ്പ് ലെവലിൽ പിടിച്ചിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഗംഭീര വർക്കായിരുന്നു. അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ മമത മോഹൻദാസ് ഉണ്ട്. ഹിന്ദിയിലെ ഏറ്റവും വലിയൊരു ഡയറക്ടറായിട്ടുള്ള അനുരാഗ് കശ്യപ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. വിജയ് സേതുപതിയുടെ പറയേണ്ട ആവശ്യമില്ല, ഗംഭീരമായിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ ആക്ടിങ് എബിലിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഴയ ചിത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഗംഭീരമായിട്ട് ഇതിനകത്ത് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിനെ എടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട്. സൂപ്പറാണ്. അതുപോലെ തന്നെ നടരാജൻ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം ക്യാമറമാനുമാണ് ആക്ടറുമാണ്. സതുരംഗവേട്ട എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആക്ടിങ് രംഗത്തിലേക്ക് വരുന്നത്. വളരെ ചുരുക്കം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കർണൻ എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ വില്ലൻ വേഷം ചെയ്ത ഒരാളാണ്. ഇതിലും ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, ത്രില്ലടിക്കാൻ പറ്റിയ, ഞെട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഡ്രാമ ത്രില്ലർ ചിത്രമാണ് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. ഗംഭീര ക്രാഫ്റ്റ് എന്ന് എടുത്തു പറയാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് മഹാരാജ എന്ന് പറയുന്ന സിനിമ. എന്തായാലും തിയേറ്ററിൽ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. കാരണം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒരു മലയാള ചിത്രമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിൽ കൂടി, പക്ഷേ ഈ സ്ക്രിപ്റ്റ് അത് നല്ല രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു കല്ലുകടിയോ മോശമായിട്ടൊന്നും നമുക്ക് അതൊന്നും ഫീൽ പോലും ചെയ്യുന്നില്ല. സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്ത വന്നുള്ളൂ. അല്ലെങ്കിൽ ആ സീൻ കണ്ടപ്പോൾ ഒന്നും മൈൻഡിൽ പോലും അത് വന്നിട്ടില്ലായിരുന്നു. ഗംഭീരമായിട്ട് വർക്കൗട്ടായ ഗംഭീര ആയിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. എന്തായാലും താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.